ഇപ്പോൾ തമിഴ്നാട്ടിൽ നടന്നൊരു കൊലയുടെ വാർത്ത BSP നേതാവ് ആംസ്ട്രോങ് കൊലക്കേസിലെ പ്രതിയെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തിയെന്ന വാർത്ത. ഗുണ്ടാ നേതാവ് തിരുവേങ്കടത്തെയാണ് ചെന്നൈ മാധവാരത്ത് വെച്ചുണ്ടായ ഏറ്റുമുട്ടലിൽ പോലീസ് കൊലപ്പെടുത്തിയത്. പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ വെടിയുതിർത്തു എന്നാണ് പോലീസ് ഭാഷ്യം. അരുൺ പൂപ്പറമ്പ ടെലിഫോണിൽ. അരുൺ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. SKN കഴിഞ്ഞ ദിവസം ഈ തിരുവേങ്കടം ഉൾപ്പെടെയുള്ള 4 പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് ആംസ്ട്രോങ് കൊലപാതക കേസിലെ ആയുധങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തെളിവെടുപ്പ് നിലവിൽ പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ചെന്നൈ മാതാവരത്തെ മാർക്കറ്റ് ഏരിയയിൽ എത്തിച്ചപ്പോഴാണ് ഈ പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചതെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. അവിടെ എത്തിച്ചപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു. തുടർന്ന് മറ്റു മാർഗമില്ലാതെ വന്നതോടെ വെടിയുതിർക്കേണ്ടി വന്നു. പിന്നീട് ഈ പ്രതിയെ ചെന്നൈയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ഘട്ടത്തിൽ മരണം സംഭവിച്ചു എന്നതാണ് പോലീസ് പറയുന്നത്. അവിടുത്തെ ഡോക്ടർമാരും അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം, BSP നേതാവ് ആംസ്ട്രോങ്ങിന്റെ കൊലപാതകം തമിഴ്നാട്ടിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയതാണ്. രാഷ്ട്രീയമായും അല്ലാതെയൊക്കെ വലിയ വിവാദങ്ങൾ ഉണ്ടായതാണ്. പോലീസ് തലപ്പത്ത് തന്നെ വലിയ അഴിച്ചുപണി, ഗുണ്ട സംഘങ്ങളുടെ ഇടപെടൽ വലിയ തോതിൽ തമിഴ്നാട്ടിൽ ഉണ്ടാകുന്നു എന്ന തരത്തിൽ വിമർശനം ഉയർന്നിരുന്നു. അതിനുശേഷം പോലീസ് തലപ്പത്ത് തന്നെ വന്ന പ്രതികരണം ഇത്തരം ഗുണ്ടാ പ്രവർത്തനങ്ങളെ അതേ രീതിയിൽ എതിർക്കും എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ്. അതിന് പിന്നാലെയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു അരുൺ. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.